Alhamdulillah, assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi faizina bilallah amma ba'd. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നന്മയുടെ വാഹകരായ മുത്തഖീൻ സുഹൃത്തുക്കളെ, സർഗപ്പേയത്തിന്റെ ആരവങ്ങൾ കൊണ്ട് പ്രവാചക ജന്മദിനത്തെ പ്രഘോഷമാക്കാൻ അണിയിച്ചൊരുക്കിയ മസ്ജിദിലാണ് നാം നിലകൊള്ളുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ പറ്റിയിട്ടുള്ള വിഷയം സമസ്ത ഉലമ ആക്ടിവിസത്തിന്റെ 100 പ്രകാശ വർഷങ്ങൾ എന്നാണ്. വിഷയത്തെ സംബന്ധിച്ചാൽ അല്പം പ്രസംഗിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ നൽകട്ടെ. മുസ്ലിം സമുദായത്തിന്റെ ദേശീയമായ മുന്നേറ്റത്തിന് നിദാനമായി തീർന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. മുസ്ലിം ഉലമാക്കളായിരുന്നു അതിന്റെ ചാലക ശക്തികൾ. 1926 ജൂൺ 26-ന് മുസ്ലിമുകളുടെ ആത്മീയ നായകനും ഇസ്ലാമിക പണ്ഡിതനുമായ സയ്യിദ് വറക്കൽ മുലവായ തങ്ങളുടെ നേതൃത്വത്തിലാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ രൂപം കൊള്ളുന്നത്. അറബി, ഉറുദു, ഫാർസി എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു സയ്യിദ് അവറുകൾക്ക്. നവീനവാദികളുടെ പേടി സ്വപ്നമായിരുന്ന പാകിൽ അഹ്മദ് ഉണ്ണി മുസ്ലിയാരായിരുന്നു പ്രഥമ വൈസ് പ്രസിഡന്റ്. മുസ്ലിം സമുദായത്തിലെ ഐക്യത്തിന്റെ വിത്തുവിതക്കുന്ന പരിഷ്കരണവാദികൾക്കെതിരെ തേരോട്ടം നടത്താൻ അറിവിന്റെ നിറകുടങ്ങളായിരുന്ന പണ്ഡിതരുടെ നേതൃത്വത്തിൽ സമസ്തക്ക് സാധിച്ചു. പണ്ഡിതരുടെ കീഴിൽ കേരളത്തിലുടനീളം സംവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും അരങ്ങേറി തൽഫലമായി വഹാബികളുടെ ശക്തി ക്ഷയിച്ചു. മുസ്ലിം സമുദായത്തിന്റെ ആത്മീയതയെ ചൂഷണം ചെയ്ത് നിരവധി കള്ളത്വരീക്കത്തുകൾ കേരള മണ്ണിൽ വേരൂന്നിയപ്പോൾ അവകളെല്ലാം സന്ദർഭോചിതമായി നേരിടാൻ സമസ്തയിലെ പണ്ഡിതന്മാർക്ക് സാധിച്ചു. അത് മുസ്ലിം ഉമ്മത്തിന് വലിയ ലാഭത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ചിട്ടുണ്ട്. 1923 രൂപീകൃതമായ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന സംഘടന സമുന്നതരായ ഉലമാക്കളിലൂടെ കേരളത്തിൽ വ്യാപിച്ചു. വിദ്യാർത്ഥികളിലെ ആത്മീയ വളർച്ചയിൽ തങ്ങളുടേതായ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ ആ സംഘടന നിദാനമായി തീർന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് ഞാൻ തുടർന്ന് സാക്ഷ്യം വഹിച്ചത്. സുന്നി കൈരളിയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ ആഗോള മുസ്ലിം പണ്ഡിതരിൽ പ്രധാനിയും ഇന്ത്യൻ രാജ്യമുഫ്തിയുമായ ശൈഖ് അബൂബക്കർ അഹ്മദ് എന്ന പണ്ഡിത പ്രതിഭ വഹിച്ച പങ്ക് നിസ്തുല്യമാണ്. തന്റെ വാഗ്ദാനങ്ങളെ കൊണ്ടും അറിവായങ്ങളെ കൊണ്ടും വഹാബികളുടെ പേടി സ്വപ്നമായിരുന്ന ഹസൻ മുസ്ലിയാർ ഹജ്ജിന് വേണ്ടി മക്കത്ത് പോയ സമയത്ത് സലഫികൾ സുന്നികളെ സംവാദത്തിന് വെല്ലുവിളിച്ചു. 1982 ഫെബ്രുവരി മലപ്പുറം ജില്ലയിലെ കോട്ടപ്പുറം എന്ന ദേശത്ത് വെച്ച് സുന്നികളും സലഫികളും തമ്മിലുള്ള സംവാദം അരങ്ങേറി. കുഫ്രിന്റെ നിർവചനം എന്താണെന്ന എപി ഉസ്താദിന്റെ ചോദ്യത്തിൽ അടിപതറുന്ന കാഴ്ചയാണ് നാം കാണാൻ കഴിയുന്നത്. സംവാദാനന്തരം 11 ആളുകൾ സമസ്തയുടെ ആശയാദർശങ്ങളുടെ തീരത്തേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ ദർശിക്കാൻ കഴിയും. ആഗോള മുസ്ലിം മതബോധിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉയർന്ന തലത്തിലേക്ക് മർക്കസിനെ കൈപ്പിടിച്ചുയർത്തിയ എപി ഉസ്താദായിരുന്നു. സമസ്തയുടെ ആശയാദർശങ്ങൾ കേരളത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നതിൽ മഹാനവറുകളുടെ പങ്ക് നിസ്തുല്യമാണ്. അക്തർ പോലെയുള്ള മഹാനഗരമായുള്ള ആത്മബന്ധമാണ് പ്രസ്തുത സംഭവത്തിന് ഉസ്താദിനെ സഹായിച്ചത്. ഒരു നൂറ്റാണ്ട് കൊണ്ട് സമസ്ത കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. എന്ന വിശുദ്ധവാക്യത്തെ അനർത്ഥമാക്കുന്ന രീതിയിൽ സുന്നി സമൂഹത്തിന്റെ സർവ്വ വളർച്ചയിലും നേതൃപരമായി പങ്കുവഹിച്ചത് പണ്ഡിതരായിരുന്നു. യുക്തിവാദികളുടെയും മതയുക്തിവാദികളുടെയും വരണ്ട ആശയങ്ങളുടെ അരാജക ജീവിത സംസ്കാരങ്ങളിൽ നിന്ന് സുന്നി സമൂഹത്തെ സംരക്ഷിച്ചത് പണ്ഡിതന്മാർ തന്നെയാണ്. അവരുടെ കീഴിൽ വലിച്ചൊലിക്കാതെ നിൽക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള
പ്രാപിക്കണമേ. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.